ഏക സിവിൽ കോഡിൽ നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസ് നയരൂപീകരണ സമിതിയാണ് ഇത്തരമൊരു നിലപാടെടുത്തത്. കരട് പുറത്തിറങ്ങുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്താൽ അപ്പോൾ പരിശോധിച്ച് നിലപാട് അറിയിക്കാമെന്നാണ് പാർട്ടി വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. ഏക സിവിൽ കോഡ് ബില്ലിലെ നീക്കങ്ങളുടെ ഭാഗമായി പാർലമെന്റിന്റെ നിയമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേരാനിരിക്കെയാണ് കോൺഗ്രസ് പാർലമെന്ററി നയരൂപീകരണ സമിതി ചേർന്നത്. വിശദാംശങ്ങളുമായി അനുഷ ഭരതൻ ചേരുകയാണ്. അനുഷ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇനിയും ആ ഒരു വിഷയത്തിൽ നിലപാട് എടുത്തിട്ടില്ല. പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇനിയും സാധിച്ചിട്ടില്ല. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇന്നലെ കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് പറഞ്ഞത് ഈ 22ാം നിയമ കമ്മീഷന്റെ ആ ഒരു നിർദ്ദേശങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ വിഷയത്തിൽ ചർച്ചയോ അല്ലെങ്കിൽ ഒരു കരട് ബില്ലോ വരുമ്പോൾ മാത്രം പ്രതികരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഇത് BJPയുടെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ പുതിയൊരു സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വന്നതെന്നും അതോടൊപ്പം 21ാം നിയമ കമ്മീഷൻ ഇത്തരത്തിൽ ഇത് തള്ളിയിരുന്നു. ഒരു സിവിൽ കോഡ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് വേണമെന്നത് ആവശ്യപ്പെട്ട ആ ആവശ്യം തള്ളിയിരുന്നു എന്നുമായിരുന്നു ജയറാം രമേശ് ആ 21ാം നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നിലവിൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ ഇന്ന് പോലും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് സിവിൽ കോഡിന്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ അത്തരമൊരു നിലപാട് ഇതുവരെയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 20 വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ് പാർലമെന്റിന്റെ. അതിനു മുൻപേ തന്നെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ നാളെ ഇത് സംബന്ധിച്ച് നിയമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട്. നാളെയാണ് ഈ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കുക. എന്നാൽ ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഒരു പരസ്യമായ നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ ഒരു സിവിൽ കോഡിന്റെ ആവശ്യം നിലവിൽ രാജ്യത്ത് ഇല്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പല രീതിയിലും കഴിഞ്ഞ 21ാം നിയമ കമ്മീഷനെ എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ നിയമ കമ്മീഷൻ അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് BJPയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയാൻ പ്രധാന കാരണം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ പ്രകടന പത്രികയിലെ മുഖ്യ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഈ സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നതാണ്. പ്രധാനമായും 3 അജണ്ടകളുമായാണ് BJP രാജ്യത്ത് ഭരണം തിരിച്ചുപിടിച്ചത്. അതിലൊന്ന് അയോധ്യയിൽ രാമക്ഷേത്രം, മറ്റൊന്ന് കശ്മീരിലെ പ്രത്യേക പദവി ഇല്ലാതാക്കൽ, മൂന്നാമത്തേതാണ് ഈ ഏക സിവിൽ കോഡ്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ രണ്ടും ഇവർ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് ഏക സിവിൽ കോഡാണ്. ഇത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇതിൽ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഇത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ മതന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രധാനമായും ഈ മുസ്ലിം സംഘടനകൾ വലിയ രീതിയിൽ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ഈ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ ആം ആദ്മി പാർട്ടി അടക്കം പറഞ്ഞിരുന്നു. ഏക സിവിൽ കോഡിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ആം ആദ്മി പാർട്ടി. ഈ സാഹചര്യത്തിലെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു യഥാർത്ഥ നിലപാട് എന്താണ് എന്ന് അവർ ഇതുവരെ പറഞ്ഞില്ല. അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കാതെ നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ അല്ലെങ്കിൽ നിയമ കമ്മീഷന്റെ ശുപാർശ വരട്ടെ, ഇത്തരം ചർച്ചകൾക്ക് ശേഷം തങ്ങളുടെ നിലപാട് അറിയിക്കാമെന്നൊരു തീരുമാനത്തിലാണ് കോൺഗ്രസ്. എബി, അനുഷ, ഈ ഒരു ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് രാജ്യം പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയോട് കൂടി തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തുടരുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ യോഗം ചേരുന്നു. അതിൽ ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 18 പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും അതിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഒരു ഭിന്നിപ്പിലേക്കൊക്കെ വരികയും സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന നിലയിലേക്കൊക്കെ വരുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ഐക്യത്തെ ഭിന്നിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു നിലപാടായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഈ വിഷയം വീണ്ടും ഇത്തരത്തിൽ സജീവമായിട്ട് ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്?
അത്തരമൊരു നിഗമനവും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ UDFൻ്റെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ളതാണ്. ഈ മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ വരെ ബാധിക്കും. കാരണം മുസ്ലിം ലീഗ് ഒരു പ്രബല ഘടക കക്ഷിയായ UDFൻ്റെ ഭാഗമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ വളരെ ശക്തമായി ഈ ഒരു ഭോപ്പാലിൽ അദ്ദേഹം അന്ന് പ്രധാനമന്ത്രി ഇത് പറഞ്ഞ അന്നു മുതൽ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. അവർ ഇന്നലെ പോലും ഇവരുടെ പ്രത്യേക മീറ്റിംഗ് എല്ലാം ചേർന്ന് ദേശീയ യോഗമെല്ലാം ചേർന്ന് ഇതിനെ എതിർക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് വളരെയധികം ആലോചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് തരം നിലപാടെടുത്താലും ഈ പ്രതിപക്ഷ ഐക്യം ഇല്ലാതെയാവരുത്. കാരണം അന്ന് ഏറ്റവും ഒടുവിലായി ചേർന്ന പ്രതിപക്ഷ യോഗത്തിൽ വലിയ രീതിയിൽ ഇനി കോൺഗ്രസിന് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇത് വിഘടിപ്പിക്കാൻ ഒരു പരിധിവരെ മോദിയുടെ ഇപ്പോൾ നടന്ന ഈ ഒരു മൂവിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞു UCCനെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലയിൽ, അതേസമയം തന്നെ NDAക്കകത്തും സമാനമായ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. കാരണം ഈ മേഘാലയയിലെല്ലാമുള്ള NDPP അടക്കമുള്ള നാഗാലാൻഡ് മേഘാലയയിലുള്ള പാർട്ടികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഏകീകൃത സിവിൽ കോഡ് വന്നാൽ അത് ബഹുസ്വരതയെ ഇല്ലാതാക്കുന്നതാണ്, ഈ ന്യൂനപക്ഷ താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ്, ഇത്തരം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുള്ള നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ലോ കമ്മീഷൻ 22ാം നിയമ കമ്മീഷൻ്റെ ഒരു തീരുമാനം എന്താണ്, അവരുടെ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിന് ശേഷം വരുന്ന കരടിനനുസരിച്ച് അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് പറയുക. കോൺഗ്രസിന് അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി അടക്കം മുന്നിൽ കണ്ടുവേണം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുവേണം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് അതീവ ജാഗ്രതയോടെ ഇവർ പ്രതികരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് VD സതീശനെല്ലാം പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഭിന്നിപ്പിൽ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ് എബി.